നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ടെർമിനോളജീസ് ഇൻ മെട്രോളജി ആണ്. മൊഡ്യൂൾ 1-ലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ടെർമിനോളജീസ് ഇൻ മെട്രോളജി. അതിൽ കുറച്ച് മെട്രോളജി എന്താണ്, മെട്രോളജിയിലുള്ള കുറച്ച് ടേംസ്, അതായത് ആക്യുറസി എന്താണ്, പ്രിസിഷൻ എന്താണ്, എന്താണ് കാലിബ്രേഷൻ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, എന്താണ് മെട്രോളജി? മെട്രോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്ററലി മീൻസ് എന്താണ്? മെട്രോളജി എന്നുള്ള വാക്കിന്റെ അർത്ഥം മെഷർമെന്റ്സ്, സയൻസ് ഓഫ് മെഷർമെന്റ്സ് എന്നാണ്. മെട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷർമെന്റ്സും അതുപോലെ ലോജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസും എന്നാണ്. സയൻസ് ഓഫ് മെഷർമെന്റ് എന്നാണ് മെട്രോളജിയുടെ ലിറ്ററലി ആയിട്ടുള്ള അർത്ഥം. ഇതൊരു ഗ്രീക്ക് വേർഡാണ്. In practical application, it is the enforcement, verification and validation of predefined standards. അതായത് നമ്മൾ എന്താണ് പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ഓഫ് പ്രീഡിഫൈൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അളന്ന് വെച്ചൊരു സംഭവം ഉണ്ടെങ്കിൽ അത് ഒരു മീറ്റർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് മെട്രോളജി എന്ന് പറയുന്നത്. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ മെട്രോളജി നമ്മൾ എപ്പോഴും എന്താണ് മെഷർമെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓൾസോ മെട്രോളജി ഫോർ engineering purpose is constrained to measurements of length, angles and other quantities that are expressed in linear and angular terms. നമ്മൾ എഞ്ചിനീയറിംഗിലോട്ട് വരുമ്പോൾ എന്താണ്, മെട്രോളജി എഞ്ചിനീയറിംഗിലോട്ട് വരുമ്പോൾ എന്താണ്, ജനറൽ ആയിട്ട് നമ്മൾ ലെങ്ത്തും ആംഗിൾസും ആണ് മെഷർ ചെയ്യാറ്. ജനറലി ലെങ്ത് ആൻഡ് ആംഗിൾസ് ആൻഡ് അതർ ക്വാണ്ടിറ്റീസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ലീനിയർ ആൻഡ് ആംഗുലർ ടേംസ്. അതായത് ലെങ്ത് ഒക്കെ ലീനിയർ ആയിരിക്കും, ആംഗുലർ ടേംസിലാണ് എന്താണ് നമ്മളെ ആംഗിൾസ് ഒക്കെ ഉണ്ടാവുക. ഇതിന്റെ സാധനങ്ങൾ എന്താണ് മെഷർ ചെയ്യുന്നതിനാണ് മെട്രോളജി എന്നുള്ള ബ്രാഞ്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻ ബ്രോഡർ സെൻസ് ഇറ്റ് ഈസ് ഓൾസോ കൺസേൺഡ് വിത്ത് ഇൻഡസ്ട്രിയൽ ഇൻസ്പെക്ഷൻ ആൻഡ് ഇറ്റ്സ് വേരിയസ് ടെക്നിക്സ്. അതായത് നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു എന്താ പറയുക 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു പൈപ്പ് ഉണ്ടാക്കുമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡസ്ട്രി അത് ചെക്ക് ചെയ്യണം അല്ലേ, ഇത് 1 മീറ്റർ തന്നെയാണോ എന്ന്. 1 മീറ്റർ തന്നെയാണോ എന്ന് എന്ത് ചെയ്യുക, ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മെഷർ ചെയ്തിട്ട് ചെക്ക് ചെയ്യും. എന്താണ് ആ ഇൻഡസ്ട്രിയുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ എന്താണ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1 മീറ്റർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആ ആവശ്യത്തിന് എന്ത് ചെയ്യും, നമ്മൾ മെട്രോളജി യൂസ് ചെയ്യും. അടുത്ത ടേമാണ് പ്രിസിഷൻ. എന്താണ് പ്രിസിഷൻ എന്നാണ്. പ്രിസിഷൻ ഇസ് ദി എന്താണ് ഡിഗ്രി ഓഫ് റിപ്പീറ്റീവ്നെസ് ഓഫ് ദി മെഷറിംഗ് പർപ്പസ്. ഡിഗ്രി ഓഫ് റിപ്പീറ്റീവ്നെസ് ആണ്. It is the degree of agreement of the repeated measurements of a quantity made by using the same method under similar condition. Same method under similar condition. അതായത് നമ്മളൊരു അത് ലാസ്റ്റ് പറയാം. In other words, precision is the repeatability of a measuring process. എന്താണ് repeatability? The ability of a measuring instrument to repeat the same result during the act of measurement for the same quantity is known as repeatability. Precision എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സംഭവം മെഷർ ചെയ്യാണ്. ഒരു ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ലെങ്ത് നമ്മൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യണം. ഈ മെഷർ ഒരു 5 പ്രാവശ്യം മെഷർ ചെയ്യാന്ന് വിചാരിക്കും. 5 വട്ടം നമ്മളിത് മെഷർ ചെയ്തുകൊണ്ടിരിക്കും. ഈ 5 വട്ടം മെഷർ ചെയ്യുമ്പോഴും എന്ത് ചെയ്യുന്നു, നമുക്ക് ഏകദേശം ഒരു 4 മീറ്റർ, ആദ്യത്തെ അളവ് 4 മീറ്റർ കിട്ടി, അടുത്തത് നമുക്ക് 4.1 മീറ്റർ കിട്ടി, അടുത്തതൊരു വീണ്ടും 4 കിട്ടി, പിന്നെ നമുക്ക് എന്ത് കിട്ടി, ഒരു 3.9, അടുത്ത് നമുക്ക് 4 കിട്ടി. അപ്പൊ എന്താണ് ഈ വാല്യൂ പ്രിസൈസ് വാല്യൂ ആണ് നമുക്ക് പറയാം. കാരണം എന്താണ്, ഇത് അടുത്തടുത്താണ് വരുന്നത് അല്ലേ. ഡിഗ്രി ഓഫ് റിപ്പീറ്റ്, അതായത് 4 എന്നുള്ളതിന്റെ അടുത്തടുത്തുള്ള വാല്യൂസ് ആണ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് നമ്മള് ഹൈ പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂ ആണ് എന്ന് പറയാം. അതായത് ഈ വാല്യൂസ് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഹൈലി പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂ ആണ് എന്ന് പറയാം. പ്രിസൈസ് എപ്പോഴും എന്താണ് ഒറിജിനൽ വാല്യൂസിന് ഈക്വൽ ആണോ എന്നില്ല, അത് നമുക്ക് പറയാം കേട്ടോ, അടുത്ത സ്ലൈഡിൽ പറയാം. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഗ്രി ഓഫ് റിപ്പീറ്റീവ്നെസ് ആണ്. ഒരേ വാല്യൂ നമുക്ക് വീണ്ടും വീണ്ടും തരാൻ കഴിയുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ഹൈലി പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കണം, സെയിം മെത്തേഡ് ആയിരിക്കണം, അതുപോലെ അണ്ടർ സിമിലർ കണ്ടീഷൻ ആയിരിക്കണം.
ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇത് ഇപ്പോൾ ഒരു ഇരുമ്പ് അയണിന്റെ റോഡാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഇപ്പോൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ കൂടി ഇതിന്റെ ലെങ്ത് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും, പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂ കിട്ടില്ല. അപ്പം സെയിം മെത്തേഡ് അണ്ടർ സിമിലർ കണ്ടീഷനിൽ മാത്രമേ എന്താണ് നമുക്ക് പ്രിസിഷൻ പറയാൻ സാധിക്കുകയുള്ളൂ. പ്രിസിഷൻ എന്നുള്ള ഡെഫിനേഷൻ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്. പ്രിസിഷൻ കഴിഞ്ഞ അടുത്താണ് ആക്യുറസി. ആക്യുറസി എന്നുള്ള സംഭവം എന്താണ്? ആക്യുറസി is the degree of agreement of the measured dimension with its true magnitude. It can also be defined as the maximum amount by which the result differs from the true value, or as the nearness of the measured value to its true value, often expressed as percentage. പെർസെൻറ്റേജിലാണ് ആക്യുറസി പറയാം. ആക്യുറസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിം സംഭവം നേരത്തെ പോലെ ഒരു റോഡ് ഉണ്ട്. ഈ റോഡിന്റെ ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു 5 മീറ്റർ ആണ് എന്ന് വിചാരിക്കും. നമ്മൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു, 5 മെഷർമെന്റ്. ആദ്യത്തെ മെഷർമെന്റ് 5 മീറ്റർ തന്നെ കിട്ടുന്നു, അടുത്തത് 4.9 കിട്ടുന്നു, വീണ്ടും 5 കിട്ടുന്നു, അടുത്തത് എന്ത് ചെയ്യുന്നു, ഒരു 5.1 കിട്ടുന്നു, ഒക്കെ മീറ്റർ ആട്ടോ, വീണ്ടും 5 കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഈ വാല്യൂ എന്ത് പറയും, ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് പറയാം. കാരണം എന്താ, ഇതിന്റെ ഒറിജിനൽ വാല്യൂസിനായിട്ട് വളരെ ക്ലോസ് അല്ല, ഇത് ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന വാല്യൂ ആണ് നമുക്ക് എല്ലാ ടൈമിലും മെഷർ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പം ആക്യുറസി, ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിവൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നും ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയതെന്നും നമുക്ക് പറയാം. ആക്യുറസി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് എഗ്രിമെന്റ് ടു ദി മെഷേർഡ് ഡയമെൻഷൻ വിത്ത് ഇറ്റ്സ് ട്രൂ മാഗ്നിറ്റ്യൂഡ്. ഒറിജിനൽ വാല്യൂമായിട്ട് കിട്ടിയ വാല്യൂസിന്റെ സാമ്യത്തിനെയാണ് ആക്യുറസി എന്ന് പറയുന്നത്. ആക്യുറസി നമ്മൾ സാധാരണ പെർസെൻറ്റേജിലാണ് കേട്ടോ പറയാറ്. 100% ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കിട്ടിയ വാല്യൂ 5/5, കിട്ടിയ വാല്യൂ ഒറിജിനൽ വാല്യൂ സെയിം ആണ്. ഓക്കെ, നമുക്ക് ആക്യുറസി അതുപോലെ തന്നെ പ്രിസിഷനും കമ്പയർ ചെയ്യാം. ഇത് നമ്മൾ സാധാരണ ആർച്ചറിയിലൊക്കെ ഉപയോഗിക്കുന്ന ബോളാണ്. സെന്റർ ആണ് ഹൈലി പ്രിസൈസ്. സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സംഭവം. സെന്റർ 10 പോയിന്റ്, സൈഡിലോട്ട് മാറുമ്പോൾ പോയിന്റ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ബ്ലാക്ക് ഡോട്ട്സുകളാണ് എന്ത്, നമ്മളെ പോയിന്റ്സ്. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലാക്ക് ഡോട്ട്സ് കൺസിഡർ ചെയ്യാൻ എന്താണ്, ഇയാൾ എന്താണ്, ഇപ്പോൾ ഇതൊരു ഷൂട്ടിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഷൂട്ടർ എന്താണ്, ആക്യുറസി ഉണ്ടോ ഇയാൾക്ക്? ആക്യുറസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ വരണം, ഇതാണല്ലോ ട്രൂ വാല്യൂ കണ്ടത്, ഇവിടെ വരണം, പക്ഷെ ഇവിടെ എല്ലാം വന്നിട്ടില്ല, അപ്പോൾ ആക്യുറസി ഇല്ല. അതുപോലെ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, റിപ്പീറ്റഡ്നെസ് ആണ്. ഇയാൾ ഇവിടെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ പോയിന്റിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ പോയിന്റിൽ തന്നെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് പ്രിസൈസ് ആണ്. പക്ഷെ അയാൾ അങ്ങനെയാണല്ലോ ഷൂട്ട് ചെയ്തത്? അല്ല, അയാൾ ഓരോ ഭാഗത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എന്താണ്, ഇത് ലോ ആക്യുറസി അതുപോലെ തന്നെ ലോ പ്രിസിഷൻ ആണ്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്താണ്, ഇതാണ് ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള പോയിന്റ് അല്ലേ, ഇതാണ് നമ്മളെ സെന്റർ പോയിന്റ്. പക്ഷെ എന്താണ്, ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ സൈഡിലാണ്, പക്ഷെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒക്കെ എന്താണ്, ഒരേ പോയിന്റിലാണ്, അതായത് ഏകദേശം ഒരേ പോയിന്റിലാണ്. അപ്പൊ എന്താണ്, ആക്യുറസി അയാൾക്ക് എന്താണ്, വളരെ ലോ ആണ്. കാരണം അയാൾ സെന്ററിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ്, പ്രിസിഷൻ എന്ന് പറഞ്ഞ സംഭവം അയാൾക്ക് എന്താണ്, ഹൈ ആണ്. കാരണം എന്താണ്, പ്രിസിഷൻ കൂടാൻ കാരണം അയാൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ വാല്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്, ഒരേ സ്ഥലത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അയാൾ ഹൈലി പ്രിസൈസ് ആണ്, പക്ഷെ എന്താണ്, ആക്യുറസി ലോ ആണ്. അടുത്തത് ഞാൻ ഷൂട്ട് ചെയ്തു, അതുപോലെ എന്താണ്, ആക്യുറേറ്റ് ആയിട്ട് ഒരുപാട് എണ്ണം ഉണ്ടല്ലേ, പക്ഷെ എന്താണ്, അത് പ്രിസൈസ് അല്ല. കാരണം എന്താണ്, അത് ഭയങ്കര സ്പ്രെഡ് ആയിട്ട് കിടക്കണം, അതായത് റിപ്പീറ്റഡ്ലി ഒരേ പോയിന്റിലായിട്ട് അയാൾക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് പറയാം, ഹൈലി ആക്യുറേറ്റ് ആണ് അയാൾ, പക്ഷെ എന്താണ്, പ്രിസൈസ് വളരെ കുറവാണ്. ഇനി ഇതിലോട്ട് വരികയാണെങ്കിൽ എന്താണ്, കറക്റ്റായിട്ട് പോയിന്റിൽ തന്നെ അയാൾ എന്തുണ്ട് കിട്ടിയിട്ടുണ്ട്, അതുപോലെ അതേ വാല്യൂസ് എന്താണ് റിപ്പീറ്റഡ്ലി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഹൈലി അയാൾ ആക്യുറസി ആണ്, ഹൈലി പ്രിസൈസ് ആണ്. ഇതേ സംഭവം തന്നെയാണ് നമ്മൾ മെഷർമെന്റ്സിന്റെ കാര്യത്തിലും എടുക്കുക കേട്ടോ. ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ 5 ആണ് ഒറിജിനൽ വാല്യൂ എന്നുണ്ടെങ്കിൽ എന്താണ്, ലോ ആക്യുറസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലോ പ്രിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം 3 കിട്ടി, പിന്നെ അയാൾക്ക് ഇപ്പൊ 6 കിട്ടി മെഷർ ചെയ്തപ്പോൾ, പിന്നെ 4.5 കിട്ടി, പിന്നെ
5.5 കിട്ടി, പിന്നെ 3 കിട്ടി. ഇങ്ങനെയാണ് മെഷർമെന്റ് കിട്ടുന്നതെന്ന് വിചാരിക്കും. അപ്പൊ എന്താണ്, ഇയാൾ ലോ ആക്യുറസി ലോ പ്രിസൈസും ആണ്. ഇനിയിപ്പോൾ ഒരാൾക്ക് 5 എന്നുള്ള സാധനം മെഷർ ചെയ്തപ്പോൾ 4 കിട്ടി, 4.1 കിട്ടി, 3.9 കിട്ടി, വീണ്ടും 4, വീണ്ടും 4 കിട്ടി. ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കും. ഇപ്പൊ ഇയാൾ എന്താണ്, ആക്യുറസി ഇയാൾക്ക് ലോ ആണ്, എന്താണ്, പക്ഷേ പ്രിസിഷൻ വളരെ കൂടുതലാണ്. കാരണം എന്താണ്, ഒരേ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ഒരാൾക്ക് 4 കിട്ടി, 5 കിട്ടി, 5 കിട്ടി, 3 കിട്ടി, 5 കിട്ടി. ഇങ്ങനെയാണ് അയാൾ മെഷർ ചെയ്തപ്പോൾ കിട്ടിയത്. ഒറിജിനൽ വാല്യൂ 5 ആണ് കേട്ടോ, മാർക്ക് ചെയ്തത്. ഒറിജിനൽ വാല്യൂ 5 ആണ്. ഇങ്ങനെയാണ് അയാൾക്ക് മെഷർ ചെയ്തപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കും. ഇപ്പൊ എന്താണ്, ഒരു 3 5 ഉണ്ട്, ബാക്കി 2 എന്താണ്, ഡിഫറെന്റ് ആണ്. അപ്പൊ ഇയാൾ എന്താണ്, ആക്യുറേറ്റ് ആണ്, പക്ഷെ എന്താണ്, പ്രിസിഷൻ കുറവാണ്. ഈ ഹൈ ആക്യുറസി ഹൈ പ്രിസിഷൻ എപ്പോഴാണ് വരിക, ഒരാൾക്ക് 4.9 5 5 4.9 5 ഇങ്ങനെ വന്നു വിചാരിക്കും. ഇപ്പൊ ഇയാൾ എന്താണ്, ഹൈലി ആക്യുറസ് ആണ്, ഹൈലി പ്രിസൈസും ആണ്. ഇതാണ് ആക്യുറസി പ്രിസിഷൻ തമ്മിലുള്ള റിലേഷൻ. കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കും എക്സാമിന്, എന്താണ് ആക്യുറസി പ്രിസിഷൻ എന്ന് ചോദിക്കും. അപ്പം ഈ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അടുത്താണ് സെൻസിറ്റിവിറ്റി. എന്താണ് സെൻസിറ്റിവിറ്റി? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് or response to the instrument to the change in input or measured variable. A higher sensitivity indicates that the system can respond to even the smallest input. It can also defined as the range of the instrument to the number of divisions in the instrument. അതായത് ഒരു ഇൻസ്ട്രുമെന്റിന്റെ റേഞ്ച് ഡിവൈഡ് ബൈ അതിന്റെ എത്ര ഡിവിഷൻസ് ഉണ്ട്, ഇത് തന്നെ നമുക്ക് എന്ത് കിട്ടും, എഫിഷ്യൻസി കിട്ടും. അതായത് ഇപ്പം നമ്മൾ സാധാരണ മെഷറിംഗ് സ്കെയിൽ 15 സെന്റിമീറ്റർ ഉണ്ടല്ലേ, അപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞ് 15 സെന്റിമീറ്റർ ആണ്. ഡിവൈഡ് ബൈ അതിൽ എത്ര ഡിവിഷൻസ് ഉണ്ടാവും, 15 150 ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. ഇത് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ 0.1 ആണ്, സെന്റിമീറ്റർ ആണ്, അതിന്റെ സെൻസിറ്റിവിറ്റി എന്ന് കിട്ടും. ഹൈലി സെൻസിറ്റിവിറ്റി ആയ സംഭവം എന്താണ്, നമുക്ക് അതിന്റെ ഓരോ റെസ്പോൺസും വളരെ അത്രയും ഹൈ ആയിരിക്കും. ചെറിയ വേരിയേഷൻ തന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടും. അതാണ് സെൻസിറ്റിവിറ്റി. അടുത്ത് എന്താണ് കാലിബ്രേഷൻ? കാലിബ്രേഷൻ നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ്. ദി പ്രോസസ് ഓഫ് comparison of a device with unknown accuracy to a device with a non-accurate standard to eliminate any variation of the device being checked. നമ്മൾ സാധാരണ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ കാലിബ്രേഷൻ ചെയ്യുമെന്ന് കേൾക്കാറുണ്ടല്ലോ. അതായത് ഇപ്പോൾ എന്ത് ചെയ്യും, നമുക്കൊരു ഡിവൈസ് ഉണ്ടെന്ന് വിചാരിക്കും. ആ ഡിവൈസ് നമ്മളെ എന്താ ഒരു വെയിറ്റ് തൂക്കുന്ന ഒരു ഡിവൈസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ വെയിറ്റേജ് 1 കിലോ ടു 2 കിലോ 3 കിലോ അങ്ങനെ ഒരു വെയിറ്റ് തൂക്കി കൊടുക്കുന്ന ഡിവൈസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിവൈസ് ഇടയ്ക്ക് കാലിബ്രേറ്റ് ചെയ്യണം. അതായത് 1 കിലോ തന്നെയാണോ ആ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് നമ്മൾ എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യും, 1 കിലോന്റെ സ്റ്റാൻഡേർഡ് വെയിറ്റ് ഉണ്ടായിരിക്കും. 1 കിലോ എന്ന് പറഞ്ഞ് നമുക്ക് മാർക്കറ്റിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്ന വെയിറ്റ് ഉണ്ട്. എന്താണ് 1 കിലോ എന്നുള്ള ഡെഫിനേഷൻ നമ്മൾ അടുത്ത് പഠിക്കും. ആ 1 കിലോ എന്ത് ചെയ്യും, നമ്മുടെ ഇൻസ്ട്രുമെന്റിൽ വെച്ച് വെയിറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെന്റിന്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് 1 കിലോ തന്നെയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ആ 1 കിലോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഡിവൈസ് കാലിബ്രേറ്റ് ചെയ്ത്, ഇപ്പം 1 കിലോന്റെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ് കേട്ടോ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 1 കിലോന്റെ വെയിറ്റ് നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കും. ആ 1 കിലോന്റെ വെയിറ്റ് നമ്മൾ നമ്മുടെ ഇൻസ്ട്രുമെന്റിൽ വെക്കുമ്പോൾ ഇപ്പൊ എന്ത് കാണിക്കുന്നു, 0.998 കിലോഗ്രാമേ കാണിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിവൈസ് കാലിബ്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ 1 കിലോഗ്രാമിന്റെ കട്ട വെക്കുമ്പോൾ ഈ 998 എന്നുള്ളത് നമ്മൾ കാലിബ്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, 1 കിലോഗ്രാം എന്നാക്കി മാറ്റണം. അപ്പോഴാണ് ആ ഡിവൈസ് എന്താവുന്നത്, ആക്ച്വലി കാലിബ്രേറ്റ് ആവുന്നത്. അപ്പോൾ ആ ഡിവൈസ് എന്തായി, സ്റ്റാൻഡേർഡ് ആയി. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 കിലോനെ എപ്പോൾ തൂക്കി കൊടുത്താലും അത് യൂണിവേഴ്സലി 1 കിലോഗ്രാം തന്നെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. കാലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ് ഓഫ് കമ്പാരിസൺ ഓഫ് എ ഡിവൈസ് വിത്ത് അൺനോൺ ആക്യുറസി ടു എ ഡിവൈസ് വിത്ത് എ നോൺ ആക്യുറേറ്റ് സ്റ്റാൻഡേർഡ്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പം നമ്മൾ
സ്ക്രൂ ഗേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്ക്രൂ ഗേജിന്റെ 0 എറർ എന്നൊക്കെ പറഞ്ഞ സംഭവം അതുപോലെ തന്നെയാണ്. നമ്മൾ കാലിബ്രേറ്റ് ചെയ്തിരിക്കണം. 0 പോയിന്റ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് സ്ക്രൂ ഗേജിൽ എപ്പോഴും എന്തായിരിക്കണം, 0 തന്നെ ആയിരിക്കണം. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനം വെച്ച് നമ്മുടെ ഡിവൈസിനെ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡിവൈസിന് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ശരിയാക്കുന്നതിനാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ടേംസ് ഉള്ളത്. നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ടേംസ് നമ്മൾ എന്തൊക്കെ പഠിച്ചാൽ, എന്താണ് മെട്രോളജി എന്ന് പഠിച്ചു, എന്താണ് പ്രിസിഷൻ എന്ന് പഠിച്ചു, എന്താണ് ആക്യുറസി എന്ന് പഠിച്ചു. ആക്യുറസി പ്രിസിഷൻ നമ്മൾ എന്ത് ചെയ്തു, കമ്പയർ ചെയ്തു. പിന്നീട് നമ്മൾ സെൻസിറ്റിവിറ്റി എന്താണെന്ന് പഠിച്ചു. പിന്നീട് നമ്മൾ കാലിബ്രേഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി എനിക്കൊരു വർക്ക് ഉണ്ട്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് വൈ വി നീഡ് ഹൈ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ് ഇൻ ഇൻഡസ്ട്രീസ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ മെക്കാനിക്കൽ ഇൻഡസ്ട്രിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തിനാണ് ഹൈ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സിന്റെ ആവശ്യം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഹൈ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സിന്റെ ആവശ്യം? ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കുന്ന ഡിവൈസുകളൊക്കെ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് എപ്പോഴും ഹൈ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്, അല്ലേ? അതാണ് ഒന്നാമത്തെ കാര്യം. അത് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് തരാം, എന്നിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാം. അതുപോലെ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എപ്പോഴും വേണം, ഒരു നോട്ട്ബുക്ക് വേണം. അതിൽ MIക്ക് വേണ്ടി മാത്രം കേട്ടോ, മെട്രോളജി ആൻഡ് ഇൻസ്ട്രുമെന്റേഷന് വേണ്ടി മാത്രം ഒരു നോട്ട്ബുക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഓക്കെ, എല്ലാ സ്ലൈഡ് കഴിഞ്ഞാലും ആ സ്ലൈഡിലുള്ള സാധനങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് തരും. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം റൈറ്റിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങളത് നോട്ടായിട്ട് തന്നെ എഴുതി വെക്കണം. അപ്പോൾ ആ നോട്ട്ബുക്ക് ആയിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ്. ഞാനത് ഇടയ്ക്ക് ചോദിക്കും, അപ്പോൾ നിങ്ങളത് സബ്മിറ്റ് ചെയ്യണം. അതായിരിക്കും നിങ്ങളെ അസൈൻമെന്റിന്റെ മാർക്കും ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് സാധനം അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ഈ വർക്കും, വൈ വി നീഡ് ഹൈ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ഇൻ ഇൻഡസ്ട്രീസ്, ഈ 3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നോട്ട്ബുക്കിൽ എഴുതണം. അന്നുള്ള നോട്ട് അന്നു തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഡ് കുറയും. കാരണം എല്ലാ ദിവസവും ഇങ്ങനെ എഴുതാനുണ്ടാവും നോട്ട്ബുക്കിൽ. MIക്ക് നോട്ട് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം അന്നു എഴുതുക. അന്ന് ആകെ 2-3 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നാളെ ആകുമ്പോൾ നാളത്തെ ക്വസ്റ്റ്യൻ കൂട്ടി കൂടുതലായിട്ട് വരും. അതുകൊണ്ട് അന്നു എഴുതുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്യുറസി ആൻഡ് പ്രിസിഷൻ? കാരണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത വാട്ട് ഈസ് കാലിബ്രേഷൻ ആൻഡ് സെൻസിറ്റിവിറ്റി? 2 ക്വസ്റ്റ്യൻസ് എഴുതുക. ഇതാണ് ഇന്നത്തെ ക്ലാസ്.